ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടെ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഒരു ദിവസം ഞാനൊരു വീഡിയോ കണ്ടു. ഒരു പത്രസമ്മേളനത്തിൻ്റെ വീഡിയോ ആണെന്ന് എനിക്ക് മനസ്സിലായി. ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയ കൂട്ടത്തിൽ അതും കണ്ടു. അതിലൊരു മധ്യത്തിലിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥ ലേഡി വല്ലാണ്ട് ശരീരം ഇങ്ങനെ ഷെയ്ക്ക് ചെയ്ത് ചിരിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ ചിരി കണ്ടിട്ട് എനിക്ക് തോന്നിയത് അതൊരു ഒരു ഒരു ഉണ്ടാക്കി ചിരിക്കുന്ന പോലെ. കാരണം അത്രമാത്രം ചിരിക്കാനുള്ള ഒരു കാരണമൊന്നും അവിടെ ഇല്ല. എങ്കിലും സ്വന്തമായിട്ട് കുറച്ച് പേരുടെ മുമ്പിൽ ഒരു ഷോ കാണിക്കാൻ, ഒന്ന് ഷൈൻ ചെയ്യാനായിട്ട്. കാരണം മീഡിയകളെല്ലാം ഫ്രണ്ടിലുണ്ടല്ലോ. അപ്പോൾ മീഡിയയിലൊക്കെ തൻ്റെ ആ ചിരി, മനോഹരമായ ചിരി ഒന്ന് പ്രദർശിപ്പിക്കാൻ വേണ്ടി ഒരു സ്ത്രീ കിടന്ന് പെടാപ്പാട് പെടുന്നത് പോലെയാണ് എനിക്കത് കണ്ടപ്പോൾ ഫീൽ ചെയ്തത്. സത്യത്തിൽ ഞാൻ സ്ക്രോൾ ചെയ്തു പോയതുകൊണ്ട് ഞാൻ ആ ന്യൂസൊന്നും ശ്രദ്ധിച്ചില്ല. കാരണം രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കുമല്ലോ പത്രസമ്മേളനം. രാഷ്ട്രീയം വലിയ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ഞാനതങ്ങ് സ്ക്രോൾ ചെയ്ത് പോയി. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അത് 10 വയസ്സുകാരിയായ ഒരു കുഞ്ഞിൻ്റെ മരണത്തെക്കുറിച്ച് നടന്ന ഒരു പത്രസമ്മേളനമായിരുന്നു എന്ന്. അപ്പോഴാണ് ഞാൻ സത്യത്തിൽ അന്ധാളിച്ചു പോയത്. കാരണം ഒരു സ്ത്രീയായിട്ടും, അല്ലെങ്കിൽ ഒരു അമ്മയായിട്ടും, അല്ലെങ്കിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥയായിട്ടും, ഒരു IPS ഉദ്യോഗസ്ഥയായിട്ടും ഇവർക്ക് എങ്ങനെ പറ്റി ഇങ്ങനെ ഇരുന്ന് ചിരിക്കാനെന്ന് ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും എനിക്ക് കിട്ടിയില്ല. കാരണം ആർക്കും അങ്ങനെ ചിലപ്പോൾ സാഹചര്യം കൊണ്ട് അടുത്തിരിക്കുന്ന ആളൊരു തമാശ പറഞ്ഞാൽ നമ്മൾ മനുഷ്യരല്ലേ, ചിലപ്പോൾ ഒന്ന് ചിരിച്ചു. എങ്കിലും നമുക്ക് നമ്മുടേതായ വിദ്യാഭ്യാസവും വിവരവും കൊണ്ട് നമുക്കൊരു ബോധമുണ്ട്, നമ്മൾ എവിടെ എന്തിനിരിക്കുന്നു, ആരുടെ മുമ്പിലിരിക്കുന്നു എന്ന്. ആ ബോധം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിനെ സ്വാഭാവികമായും മറയ്ക്കും. പക്ഷെ ഇവരങ്ങനെയല്ല. ഇവരങ്ങ് എക്സ്പോസ് ചെയ്ത് ചിരിച്ചു. അപ്പുറം ഇപ്പുറം ഇരിക്കുന്ന ആണുങ്ങൾ വലുതായിട്ട് ചിരിക്കുന്നില്ല. അവരെ കൂടെ ഇക്കിളി കൂട്ടി ഇളക്കി ചിരിപ്പിക്കുന്ന രീതിയിൽ ഇവരുടെ ആ കുലുങ്ങി ചിരി കണ്ടപ്പോൾ അവർക്കും ആ ലേഡിയുടെ ഇതിലൊരു വശംവദരായിപ്പോയി. കാരണം പൗരുഷമില്ലാത്ത, അതായത് വ്യക്തിത്വമില്ലാത്ത 2 പോലീസ് ഉദ്യോഗസ്ഥരായിട്ടാണ് ആ ഇടതും വലതും വരുന്ന 2 കുരങ്ങന്മാരെ എനിക്ക് തോന്നിയത്. കാരണം ഒരു സ്ത്രീ ചിരിക്കുന്നു, ഒന്നുകിൽ അവരെ അതിൻ്റെ ഇത് പറഞ്ഞ് ബോധ്യപ്പെടുത്തണം, അല്ലെങ്കിൽ അവരതിലോട്ട് ചേരാതിരിക്കണം. വലതുവശത്തിരുന്ന ആൾ മസിൽ പിടിച്ചിരുന്നപ്പോൾ ഞാൻ കരുതി അവനെങ്കിലും ഇത്ര വിവരം ഉണ്ടെന്ന്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവനും ഇവരുടെ കൂടെ ചേർന്ന് ചിരിക്കാൻ തുടങ്ങി. ഇതിനെയൊക്കെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഇതൊക്കെ എന്തിന് വിദ്യാഭ്യാസം നേടിയെന്നോ ഈ ബിരുദം നേടിയെന്നോ ഒരു സാഹചര്യ ബോധം പോലും, സാമാന്യ ബോധം പോലും ഇല്ലാതെ ഇങ്ങനെയൊക്കെ കാണിക്കുന്ന ഉദ്യോഗസ്ഥരെ എങ്ങനെ ഈ സ്ഥാനത്തൊക്കെ ഇരിക്കാൻ യോഗ്യരെന്ന് പറയും എന്ന് മനസ്സിലാവുന്നില്ല. പക്ഷെ എന്തായാലും വിജയ് എടുത്ത തീരുമാനത്തിന് ഒരു ബിഗ് സല്യൂട്ട്. കാരണം ഇത് തന്നെയാണ് ചെയ്യേണ്ടത്, ഇതിലപ്പുറം ഒന്നും ചെയ്യില്ല. പക്ഷേ ഡിസ്മിസ് ആയിരുന്നു വേണ്ടത്. സത്യത്തിൽ ഡിസ്മിസ് ആയിരുന്നു വേണ്ടത്. വീട്ടിലിരുന്ന് ഇവരങ്ങ് ചിരിച്ച് മരിക്കണം. കാരണം ഇവരൊക്കെ ആ ഒരു കേസ് അന്വേഷിച്ചാൽ, അല്ലെങ്കിൽ ഇതുപോലെയുള്ള പാവങ്ങളുടെ കേസിൽ ഇവരൊക്കെ ഇൻവോൾവ് ആയാൽ അതിൻ്റെയൊക്കെ അവസ്ഥ എന്താവും എന്ന്. കാരണം അത് അവളുടെ മകളായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അപ്പുറം ഇപ്പുറം ഇരുന്ന ആ 2 കിഴങ്ങന്മാരുടെ ഒരു മകളായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൽപ്പെട്ട ചാർച്ചക്കാരിൽപ്പെട്ട ആരുടെയെങ്കിലും ഒരു കുഞ്ഞായിരുന്നുവെങ്കിൽ ഇവർക്കിങ്ങനെ ചിരിക്കാൻ പറ്റുമോ? അപ്പോൾ പാവപ്പെട്ടവൻ്റെ, മറ്റുള്ളവൻ്റെ വേദനയെ ഇങ്ങനെ ചിരിച്ച് രസിക്കുന്ന ഈ ഉദ്യോഗസ്ഥർക്ക് കിട്ടേണ്ട നല്ല ശിക്ഷ തന്നെയാണ് കിട്ടിയത്. വിജയൻ്റെ ഈ തീരുമാനത്തോട് എല്ലാ മനുഷ്യത്വമുള്ളവരും, എല്ലാ മാതൃത്വമുള്ളവരും യോജിക്കും. അതുകൊണ്ട് താങ്കളുടെ ഈ പ്രവൃത്തി ഇങ്ങനെ തന്നെ തുടരുക. ഇങ്ങനെ പോയാൽ നമ്മളൊക്കെ സ്വപ്നത്തിൽ കണ്ടിട്ടുള്ള, നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു മുഖ്യമന്ത്രിയായി വിജയ് വരികയാണ്. വിജയിൻ്റെ മറ്റെല്ലാ കുറവുകളും ഞാൻ ഈ സമയത്ത് മറക്കുകയാണ്. കാരണം അത്രയ്ക്കാണ് നമ്മളൊരു സിനിമയിൽ കണ്ടുകൊണ്ടിരുന്നത് യഥാർത്ഥ ജീവിതത്തിൽ എങ്ങനെ പ്രാവർത്തികമാകും എന്ന് കണ്ട് മനസ്സിലാക്കുന്ന ചില സന്ദർഭങ്ങളാണ് ഇപ്പോൾ വിജയൻ്റെ ഭരണത്തിലൂടെ പോകുന്നത്. കേരളത്തിലും ഇങ്ങനെ തന്നെ ആവണം. VD സതീശനും ഇതൊക്കെ കുറച്ചെങ്കിലുമൊക്കെ ഒന്ന് അനുകരിക്കാൻ ശ്രമിച്ചാൽ, നല്ല കാര്യങ്ങൾ അനുകരിക്കുന്നതിന് കുഴപ്പമില്ല, നല്ലതായിരുന്നു. ഇതുപോലെ ആരുടെ മുഖത്ത് നോക്കിയും ഉള്ളത് തുറന്നു പറയാൻ, പ്രവർത്തിക്കുവാൻ, തെറ്റിന് തെറ്റായിട്ട് പറയുവാൻ ഉള്ള മനസ്സ് അത് വിജയ്ക്കുണ്ട്. അതുകൊണ്ട് വിജയ് നീണാൽ വാഴട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ഭരണവും നല്ലൊരു ഭരണാധികാരിയും കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു.